ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഡിഫ്തോങ്സ് ആണ്. ഡിഫ്തോങ് അറിയാലോ, വവലിനകത്ത് പ്രധാനമായിട്ടും വവൽസിനെ നമ്മൾ പ്യൂർ വവൽസ് എന്നും ഡിഫ്തോങ്സ് എന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഡിഫ്തോങ് വി ക്യാൻ സേ ദാറ്റ് വെൻ ദർ ഈസ് എ ഗ്ലൈഡ് ഫ്രം വൺ വവൽ ടു അനദർ വവൽ ഈസ് കോൾഡ് ഡിഫ്തോങ് അല്ലേ. ഒരു വവൽ സൗണ്ടിൽ നിന്ന് വേറെ ഒരു വവൽ സൗണ്ടിലേക്ക് ഒരു ഗ്ലൈഡ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡിഫ്തോങ് എന്ന് പറയുക. അപ്പോൾ ഈ ഡിഫ്തോങ് എന്തിനാണ് നമ്മൾ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വാക്യം തന്നിട്ട് ആ വാക്യത്തിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഡിഫ്തോങ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയും. അപ്പോൾ ഇവിടെ ഈ കാണുന്ന പിക്ചറിനകത്ത് 8 ഡിഫ്തോങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇത് തരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഡിഫ്തോങ്ങും അതിൻ്റെ സൗണ്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തരുന്നത് കേട്ടോ. ആദ്യത്തേത് നിങ്ങൾ നോക്ക്, എയ് എന്ന സൗണ്ടാണ്, എയ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കുമ്പോൾ ബെയ്റ്റ്, മെയിൽ, ഫെയിൽ, ട്രെയിൻ, ഏജ്, മെയ്, സെയ്, പ്രേയ്. അപ്പോൾ അവിടെ മനസ്സിലായി നിങ്ങൾക്ക് എയ് എന്നുള്ള സൗണ്ടാണ്. അപ്പോൾ കറക്റ്റ് അത് പഠിക്കുമ്പോഴാണ് നമ്മൾ ആ പ്രൊനൗൺസിയേഷനൊക്കെ പഠിക്കുന്നത്. സേ എന്നൊന്നല്ല പറയേണ്ടത്, സെയ് എന്നാണ്. പ്രേ എന്നല്ല, പ്രേയ് എന്നാണ്. അപ്പോൾ അവിടെ എയ് എന്ന ഡിഫ്തോങ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തരുന്നത് എന്താണെന്ന് അറിയാം, എക്സാമിന് എങ്ങനെയാണ് ചോദിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിനകത്ത് പേസ്റ്റ് എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, പേസ്റ്റ് എന്ന വാക്ക് തന്നിട്ട് ഈ വാക്യത്തിനകത്ത് യൂസ് ചെയ്ത ഡിഫ്തോങ് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആദ്യത്തെ എയ് എന്നുള്ളതാണ്. ആ എയ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതും കൂടി നമ്മളവിടെ മനസ്സിലാക്കി വയ്ക്കണം. രണ്ടാമത്തേത് ഏതെന്നറിയോ, ഐ. ഐ എന്നുള്ള രൂപേണയാണ് ആ സംഗതി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫൈൻ, ഐസ്, പൈപ്പ്, നൈസ്, റൈറ്റ്. ആ എന്നുള്ളത് ഇപ്പോൾ ഇതിൽ സിംബോളിക്കലി അത് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് ഇ എന്നുള്ള രൂപേണയാണ്. അത് നമ്മൾ സാധാരണ എ എന്നെഴുതുന്ന പോലെ ഐ ഇട്ടിട്ടും അത് കാണിക്കാറുണ്ട് കേട്ടോ. ഒന്ന് മനസ്സിലാക്കണേ. അപ്പോൾ റൈറ്റ്, നൈസ്, റൈവൽ, സൈലൻസ്, ടൈരി, ടൈപ്പ്, ക്രൈ, ഡ്രൈ, അവിടെയൊക്കെ യൂസ് ചെയ്തത് ഐ ആണ്. നെക്സ്റ്റ് വൺ ഒയ്. ഉദാഹരണമാണ് സ്പോയിൽ, ലോയിൻ, ബോയിൽ, ചോയ്സ്, നോയ്സ്, ഓയിൽ. ഓക്കെ. നെക്സ്റ്റ് വൺ എവ്. എവ്, റോൾ, ബ്ലോ, ഹോം, ബോൺ, നോസ്. അടുത്തത് ഔ എന്നാണ്. അത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. സൗണ്ട്, മൗത്ത്, ഔട്ട്, റൗണ്ട്, അലോ. ദെൻ ഇയർ. ഇയർ എന്നുള്ള സൗണ്ടാണ് ഹിയർ, അപ്പിയർ, പീരിയഡ്, ആൻഡ് മിയർ, ചിയർ. ഓക്കെ. ദെൻ എയർ. എയർ എന്നുള്ള ഡിഫ്തോങ് ദെയർ, വെയർ, ദ. ദെൻ എയർ, ചെയർ, ഫെയർ എന്നുള്ള രൂപേണ തരുന്നുണ്ട്. ലാസ്റ്റത്തേത് ഉവ. ദെൻ ക്രൂവൽ, പുവർ, ഷുവർ, ടുവർ, ആക്ച്വർ. അവിടെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഡിഫ്തോങ്സ്. ഞാൻ ഇതിനെക്കുറിച്ചൊരു ധാരണ തരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വാക്യം തന്നിട്ട് അതിനകത്ത് യൂസ് ചെയ്ത ഡിഫ്തോങ് നമ്മളോട് പിക്ക് ഔട്ട് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ ആ ഡിഫ്തോങ് ഇതാണ്, ആ ഡിഫ്തോങ് ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് അറിയുന്ന കുട്ടിക്ക് അത് കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, താങ്ക് യു.